Hi foodies, welcome back to Homebaking. ഇന്ന് നമ്മളൊരു ഫ്രൂട്ട് കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് അതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് ഓയിൽ എടുക്കുക. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കേക്കിനെ നമുക്ക് എഗ് കേക്ക് ആക്കാനും എഗ്ലെസ് കേക്ക് ആക്കാനും വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് എഗ്ഗ് വെച്ചിട്ടാണ്. അതിന് പകരം നിങ്ങൾക്ക് ഈ എഗ്ഗ് മാറ്റുക. 2 എഗ്ഗാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് 1/2 കപ്പ് പാൽ ചേർത്താൽ മതി. അതായത് നന്നായിട്ട് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കരുത്. റൂം ടെമ്പറേച്ചറിൽ എത്തിയിട്ടുള്ള പാൽ, അതായത് ചൂടും വേണ്ട തണുപ്പും വേണ്ട, ആ പാലാണ് നമ്മൾ ചേർക്കേണ്ടത്. കേക്കിലേക്ക് നിങ്ങൾക്കറിയാം എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാൻ ശ്രമിക്കുക. മുട്ടയാണെങ്കിലും ഓയിലും പഞ്ചസാരയും എല്ലാം. ഇനി നമ്മൾ ഓരോ മുട്ട വീതം ഒരു മുട്ട ഒന്ന് ബീറ്റായി കഴിഞ്ഞ ശേഷം അടുത്തതുകൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് 2 മുട്ടയുടെ ഫുള്ളായിട്ട് ഭാഗം വേണം. ഇനി ഈ മുട്ട ചേർത്തൊന്ന് ബീറ്റായിട്ട് വരുമ്പം നിങ്ങൾ ഹാൻഡ് ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് സ്പീഡിൽ ബീറ്റ് ചെയ്യാം. കയ്യിൽ വിസ്ക് വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് കുറച്ച് സമയം വിസ്ക് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കേക്കിന് എഗ്ഗ് ആഡ് ചെയ്തിട്ടും എഗ്ലെസ് ആയിട്ടും ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കേക്കിന് ഫ്ലേവർ മാറ്റണമെങ്കിൽ വാനില എസൻസ് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഏത് എസൻസും ചേർക്കാം. ഇപ്പോൾ പ്ലം കേക്കൊക്കെ കഴിച്ച് ഒന്ന് ബോറായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫ്രൂട്ട് കേക്ക് കഴിക്കാൻ എല്ലാവർക്കും കൊതി ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് മൈദ, അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബേക്കിംഗ് സോഡ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ മിൽക്ക് ചേർത്താണ് ചെയ്യുന്നതെങ്കിൽ ബേക്കിംഗ് സോഡ നിർബന്ധമായിട്ടും ചേർക്കാം. മുട്ട ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ 1/4 ടീസ്പൂണാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ചേർത്താലും മതി. അപ്പോൾ കുറച്ചുകൂടി നമ്മളെ കേക്കിന് നല്ലതാണ്. എപ്പോഴും നമ്മൾ സീവ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ കേക്കുകളൊക്കെ ഒരുപാട് നിങ്ങൾ എൻ്റെ ചാനലിലൂടെ കുറേ പേര് കണ്ടിട്ടുണ്ട്, കുറേ പേര് ട്രൈ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കണ്ടവർക്കും എല്ലാം നന്ദി. അപ്പോൾ നമ്മൾ ഇനി ക്ലാസ്സുകളായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി എൻ്റെ ചാനലിൽ ഇതുപോലെ ഉണ്ടായിരിക്കും, പക്ഷേ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് ഡിസ്കഷൻ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ഞാനിവിടെ ലിങ്ക് താഴെ കൊടുക്കാം. അതിലൂടെ സംശയങ്ങളുള്ളവർക്ക് കയറി വന്നിട്ട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ടാണ് നമ്മൾ കേക്ക് ചെയ്യാൻ പോകുന്നത്. ഫ്രൂട്ട് കേക്കാണല്ലോ. ഇതിനെ ഫ്രഷ് ഫ്രൂട്ടായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ മൈദ നമ്മൾ സീവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് സീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിൽ എല്ലായിടത്തും ഒരുപോലെ ഇരുന്നോളും. ഇനി നമുക്ക് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മിക്സിലേക്ക് സീവ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സീവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബീറ്റിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് സ്പാച്ചുല വെച്ച് കംപ്ലീറ്റ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലെ ഏത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ആ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബാറ്ററിനെ കട്ടയൊന്നും കെട്ടാത്ത രൂപത്തിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ചാനലിലൂടെ തന്നെ കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ടൈമിൻ്റെ പ്രശ്നം കാരണം അപ്ലോഡിംഗ് ഒക്കെ ഒന്ന് വൈകുന്നു എന്ന് മാത്രം. അപ്പോൾ കുറേ പേർക്ക് ബ്രെഡ് ക്ലാസ്സുകൾ, കുക്കീസ് ക്ലാസ്സുകൾ ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ ചാനലിലൂടെ വരും. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വളരെ കുറേശ്ശെ പാൽ ചേർത്ത് കൊടുക്കാം. അതായത് നമുക്ക് മൊത്തം ഈ ഒരു കേക്കിന് വേണ്ടത് 1/4 കപ്പ് പാലാണ്. അതിൽ 1/2 കപ്പാണ് നമ്മൾ 2 മുട്ടയ്ക്ക് പകരം ചേർക്കേണ്ടത്. മുട്ട യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 1/2 കപ്പ് ചേർക്കേണ്ടതില്ല. എന്നിട്ട് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ ബാറ്റർ തിക്കാവുമ്പോൾ നമുക്ക് ബാക്കി 1/4 കപ്പ് പാൽ ആവശ്യം നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഗ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 കപ്പ് പാലെടുത്ത് വയ്ക്കുക. അതല്ല എഗ്ഗ് ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് പാലെടുത്ത് വെച്ചാൽ മതി. നമുക്കിതുപോലെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് പോലെ ഹെവി കേക്കല്ല, അതായത് കുറച്ച് സോഫ്റ്റ് കൂടെ ആയിട്ടുള്ളൊരു കേക്കാണല്ലോ. അപ്പോൾ അതിനെ കുറച്ചൊരു ബാറ്റർ ലൂസാക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ബാറ്റർ ലൂസായിട്ടുണ്ടെങ്കിലും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴെ പോവാണ്ടിരിക്കാൻ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു മൈദ ഒന്ന് മിക്സ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഒരുപാട് പേരുടെ പ്രശ്നമാണ് ഫ്രൂട്ട്സ് ചേർക്കുമ്പോഴും ഡ്രൈ നട്ട്സ് ചേർക്കുമ്പോഴും എല്ലാം കംപ്ലീറ്റ് താഴെ പോയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തിക്ക് ബാറ്റർ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നേരിട്ട് തന്നെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തെടുക്കുന്നത് കണ്ടല്ലോ. ഇനി നമുക്ക് ഒരുപാട് പരിപാടിയൊന്നുമില്ല. ഇനി പെട്ടെന്ന് നമ്മുടെ കേക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഈ ഒരു ഫ്രൂട്ട് കേക്ക്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് 1 വീക്കൊക്കെ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നാലും ഒരു കുഴപ്പവും സംഭവിക്കില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി കുറച്ച് ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ലെമൺ ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വിനീഗർ എടുത്തിട്ട് വിനീഗറിൽ ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ വരെ പോവാം. ഓക്കെ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയും ഡ്രൈ നട്ട്സും എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടിയോ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഒരു കേക്കിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് ബേക്കിംഗ് ടൈം ഒരു 40 to 41 42 ആ ഒരു ഇതിലേക്ക് പോവും. നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ നോക്കിയിട്ട് വേണം ചെയ്യാൻ. നല്ല ഹൈ പവർ ആണെങ്കിൽ, അതായത് കുറച്ച് കൂടുതൽ പവറുള്ള ടൈപ്പിലാണെങ്കിൽ ഒരു 35 തന്നെ നമുക്ക് കിട്ടും. ഒരു 180 കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒരു റിംഗ് ടൈപ്പ് മോൾഡിലേക്കാണ് ഒഴിക്കുന്നത്. കേക്ക് ടിന്നൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അതായത് ഞാൻ ഓയിലും മൈദയും വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളുടെ ഏത് മോൾഡിലാണോ, ലോഫിലാണെങ്കിൽ അങ്ങനെ ഒഴിക്കാം, ഇതുപോലത്തെ മോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ബേക്ക് ചെയ്തെടുക്കുക. കണ്ടല്ലോ, നമ്മൾ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഈ മോൾഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബേക്കിംഗ് ചെയ്യാം. അതായത് ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കറിലോ പാനിലോ എങ്ങനെ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ രീതിയൊക്കെ ഞാൻ മുൻപേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 40 മിനിറ്റ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം ആയിട്ടുണ്ടോ ഇല്ലേന്ന്. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ കൊടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ടിന്നൊക്കെ നിറഞ്ഞ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് ഓവനിൽ നിന്ന് എടുക്കുക, ഡിമോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക, കഴിക്കുക. ഇത്രയും നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് കേക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക, കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായോ, ഇനി ഏതാ റെസിപ്പി കാണേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ബിഗ് താങ്ക്സ്. അപ്പോൾ മറക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവുമല്ലോ.